ഹായ് മോംസ് വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മഴയൊക്കെ ഈ മഴ പരുവത്തൊക്കെ നമുക്ക് എപ്പോഴും വൈകിട്ടൊക്കെ ഇച്ചിരി കഞ്ഞി കുടിക്കണമൊക്കെ തോന്നുമല്ലോ. ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കുടിക്കാൻ കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങ അച്ചാറായിട്ടോ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർ കാണുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് കഴുകി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം, ജലാംശം ഒട്ടും ഇല്ലാതെ. അപ്പോൾ ഞാനിത് ഉടനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ദിവസം വെക്കുന്നവരും വെച്ചിരിക്കുവാണെങ്കിൽ പൂത്തു പോകാതിരിക്കാൻ വെള്ളം ഇല്ലാതെ ജലാംശം ഒട്ടും ഇല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ആ മാങ്ങ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ചതിന് ശേഷം നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓളെന്നൊരു ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാങ്ങ എല്ലാം നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇടുന്ന വീഡിയോയുടെ ടൈറ്റിലൊക്കെ ഇതുപോലെ ഇംഗ്ലീഷിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടുന്നതല്ല കേട്ടോ, യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങനെ ആവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇത് ചെയ്തിട്ട് മാറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇടുന്നതല്ല അത്, ഇങ്ങനെ വന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ മെസ്സേജ് ഇട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ മാങ്ങ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നല്ലപോലെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ മാങ്ങയിൽ നിന്നുള്ള ജലാംശം എല്ലാം ഊറി ഉപ്പൊക്കെ നല്ല മാങ്ങയ്ക്കകത്തൊന്ന് പിടിച്ച് കിട്ടും. ഇനി ഞാൻ അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ട് ഒരല്പം കടുകും ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചുവക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഒത്തിരി പേസ്റ്റായിട്ട് പൊടിക്കാതെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്നും ഇട്ട് വെച്ചാൽ ഒത്തിരി ദിവസമൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇവിടെ മാങ്ങ അച്ചാറൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് തീരും, നിമിഷ നേരം കൊണ്ട് തീരും ഇവിടുത്തെ മാങ്ങ അച്ചാറൊക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ നല്ലപോലെ ചുമന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം, തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 2-3 മുളകും അതുപോലെ തന്നെ 2-3 തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയം തീയൊക്കെ നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. നല്ലപോലെ ഒന്ന് പച്ചമണമെല്ലാം മാറി ഒന്ന് ചെറിയതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി നല്ല എരിവുള്ള മുളകാട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം തീ നല്ല സിമ്മിലാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതായ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി ആ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടുമ്പോൾ 1 കപ്പ് ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം, നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് എണ്ണയെല്ലാം ഒന്ന് കുറുകി കിട്ടുന്നത് വരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് മാങ്ങ വെന്ത് അലുത്ത് പോകുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. മാങ്ങ നല്ല ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടണം. അങ്ങനെ കടുമാങ്ങ എന്ന് പറയുമ്പോൾ നല്ലപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സോഫ്റ്റായി പോകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം കേട്ടോ. ചിലർക്ക് ഒത്തിരി അങ്ങനെ നല്ലപോലെ മാങ്ങ വെന്ത് വെന്ത് കഴിക്കുന്ന ഇഷ്ടം. എനിക്ക് പക്ഷേ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതാ ഇനി മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത്. തുടർന്നും എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആയിരിക്കട്ടെ എന്ന് ഞാൻ എന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.